ഞാനിത് പറഞ്ഞത് ഹായ് ഗൈസ്. അപ്പോ ഇന്നത്തെ അപ്പാപ്പ വളരെ എപ്പോഴും പറയാനുണ്ട്. പക്ഷെ എനിക്ക് അപ്പാപ്പ എപ്പോഴും വരും. ഹായ് ഗൈസ്, തലവര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ തലവര നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പഠിക്കൂല എന്ന് കരുതിയ ഒരു ലാംഗ്വേജ് ആയിരുന്നു തമിഴ്. ഈവൻ എനിക്ക് തമിഴ്നാട് കിട്ടാണ്ടിരിക്കാൻ ആന്ധ്രാപ്രദേശ് വരെ ഞാൻ കൊടുത്തിരുന്നു. ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. ആന്ധ്രാപ്രദേശിലെ ഏതാ ലാംഗ്വേജ് അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് തമിഴ് പഠിക്കാൻ പറ്റില്ല. ഇനി എന്തുകൊണ്ട് എനിക്ക് തമിഴ് പഠിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ജനിച്ചു വളർന്നത് മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്ത് ഉള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇയാളെ ഇനി ഇല്ലത്തേക്ക് വിടണില്ല. ഞങ്ങൾക്ക് ഇഴ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ തമിഴന്മാർ സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാമല്ലോ, അവർ ഇഴായിട്ടൊരു 5-6 കളിയാവും. അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈവൻ പഴം എന്ന് പറയുന്ന പകരം ബനാന എന്ന് പറഞ്ഞ് ഞാൻ ഒതുക്കാറാണ് പതിവ്. എന്തൊക്കെയോ പഴം വഴി ഈ ഴ എന്ന് പറയുന്നതിൻ്റെ ഡിഫിക്കൽറ്റ് കൊണ്ട് ഞാൻ മലപ്പുറത്ത് നിന്നായതുകൊണ്ട് ഞാൻ ഈ ഴ എന്ന് പറയുന്ന വാക്ക് മാക്സിമം ഒഴിവാക്കാൻ നോക്കും. കാരണം അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം ഇവർ ഈ ഴ എന്ന് പറയുന്ന സാധനം യൂസ് ആക്കുന്നത് ലൈക്ക് അത് ഭയങ്കര സ്പീഡിൽ ഈ അക്ഷരം ഇങ്ങനെ യൂസ് ആക്കിക്കൊണ്ടിരിക്കുക. അത് അവർ കഴിവാണ്, സമ്മതിച്ചു കൊടുക്കാം. അതല്ല ഇപ്പോൾ ടോപ്പിക്ക്. തമിഴ്നാട് MBBS കോളേജ് കിട്ടിയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും ഫോഴ്സ് ചെയ്യും തമിഴ് പഠിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യും. പഠിക്കാൻ താല്പര്യം എന്ത് ചെയ്യും? വേറെ വഴിയില്ല, പഠിക്കാം. ഓക്കെ, കണ്ടല്ലേ പാസിയ കണ്ടിട്ട് നാണ് അടുത്ത ബസ്സുക്ക് പോടുന്നത് പറഞ്ഞിട്ട് മാറ ഇതെന്ത് പാശ.